പടയൊരുക്കം. അധിനിവേശ അടിയൊഴുക്കുകൾക്കെതിരെ ആലിമുസ്ലിയാരും വാരിയം കുന്നനും പടനയിച്ചു കയറിയ മണ്ണിൽ തഹ്രീറും തുഹ്ഫയും വിപ്ലവാവേശത്തിൻ്റെ കവിത ചൊരിഞ്ഞ ഭൂമിയിൽ പുതിയൊരു സർഗസമരത്തിൻ്റെ പടപ്പുറപ്പാട്. കലയുടെ തിളക്കവും തനിമയുടെ പ്രൗഢിയും ആധ്യാത്മിക ഭാവങ്ങളുടെ ഗരിമയും ഇവിടെ ഒരുമിച്ചു ചേരുകയാണ്. മത്സരവേദികളിൽ തിരുത്തു പറയാൻ മലയാളത്തിൻ്റെ കലാപ്രതിഭകൾ ഒരുമിച്ചു ചേരുകയാണ്. മണ്ണിലും വിണ്ണിലും പാട്ടിൻ്റെ താളവും കാവ്യാത്മകതയും വരച്ച് SSFകാരുടെ മൂന്നാം പെരുന്നാൾ, 18ാമത് SSF സംസ്ഥാന സാഹിത്യോത്സവ്. നന്മയുടെ കഥകളും നേരിൻ്റെ വർണ്ണങ്ങളും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ പ്രകാശനങ്ങളായി ഇതൾ നിവർത്തുകയാണിവിടെ. ഹൃദയത്തിൻ്റെ അടരുകളിൽ സ്നേഹതന്ത്രികൾ മീട്ടി ആസ്വാദനത്തിൻ്റെ അനന്തതയിലേക്ക് പാറിപ്പാറി മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറും ഇശൽ മുദ്രകൾ പതിപ്പിച്ച മലപ്പുറത്തിൻ്റെ മണ്ണ് തരളിതമാവുകയാണ് മാഴ്ദീൻ ക്യാമ്പസിൽ. 18ാമത് സാഹിത്യോത്സവിൻ്റെ സംസ്ഥാനതല മത്സരമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 39 വർഷമായി കേരളത്തിലെ ധാർമ്മിക പോരാട്ട രംഗത്ത് ചൂടും ചൂരുമുള്ള യുവത്വത്തെ അവതരിപ്പിച്ച മഹത്തായ ഈ സംഘടന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന, ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിത്വത്തിൻ്റെ പ്രതിനിധികളായി നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കർമ്മഭൂമിയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സാഹിത്യ കലാരംഗത്ത് നൈതികതയും ധാർമ്മികതയും സമന്വയിപ്പിച്ച് നന്മയുടെ പക്ഷത്തേക്ക് പ്രതിഭകളുടെ പ്രതിഭാത്വത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടലിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സാഹിത്യോത്സവ് സംഘടന ഏറ്റെടുത്തു നടത്തിവരുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും സന്തോഷവും അനുമോദനവും ആശീർവാദവും സാഹിത്യോത്സവിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് വിശാലമായ മാഴ്ദീൻ ക്യാമ്പസിൽ സംസ്ഥാന സാഹിത്യോത്സവ് 9 വേദികളിലായി 1650 പ്രതിഭകൾ അവരുടെ പ്രതിഭാത്വം മാറ്റുരക്കുകയാണ്. രാജ്യത്ത് മത സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഇത്തരമൊരു കലാമത്സരം നടത്തുക എന്നത് വളരെ ശ്രദ്ധേയവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വ നിർവഹണവുമാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പക്ഷേ അവിടെ നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിന് അല്ലെങ്കിൽ സംസ്ഥാന ഉദ്ഘാടന ചടങ്ങിന് ഇതുപോലെ ഒരു ശാന്തത നമുക്ക് കാണാൻ കഴിയാറില്ല. ഇവിടെ കാണുന്ന ഈ ഒരു ശാന്തതയാണ് ഈ സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും കൂടുതൽ 18 വർഷം എന്നുള്ളത് വരാനിരിക്കുന്ന വർഷങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ മിഴിവോടെ ഈ സാഹിത്യോത്സവം പുതിയ തലമുറയുടെ സർഗാത്മകമായ കഴിവും പ്രാഗൽഭ്യവും തെളിയിക്കുവാനുള്ള വേദിയായി മാറും എന്നെനിക്ക് ഉറപ്പാണ്. ഇന്ന് ഇതുമായി സഹകരിക്കുന്നവരൊക്കെ തന്നെ നാളെ ഇതിനേക്കാൾ ശക്തിയോടുകൂടി തന്നെ സാഹിത്യോത്സവം നാടിൻ്റെ മുഴുവൻ ഒരു ധാർമ്മിക ഉത്സവമാക്കി മാറ്റുവാൻ ഉള്ള ഒരവസരം നാളുകളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. വിദ്യാർത്ഥികളുടേതായ പ്രശ്നങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. ഞാനതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏറെ അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പഠിക്കുവാനും പഠിച്ചു വളരുവാനും പുതിയ തലങ്ങളിലേക്ക് പോകുവാനും നമ്മുടെ സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളിത്തം വഹിക്കുവാനുമൊക്കെ. പക്ഷേ SSFിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഈ നാടിനെ നയിക്കുവാൻ വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കുക മാത്രമല്ല മറിച്ച് ആ തലമുറയിൽ ഒരു ധാർമ്മിക ബോധം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെനിക്ക് തോന്നുന്നു. SSFിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു തലമുറ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയായിരിക്കും എന്നുറപ്പാണ്. ആ ധാർമ്മികത ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സാഹിത്യോത്സവം ഉൾപ്പെടെയുള്ള, ഞാൻ SSFിൻ്റെ പല വേദികളിലും പറയാറുണ്ട്, SSFിൻ്റെ സാഹിത്യോത്സവം മാത്രമല്ല എന്നെ ആകർഷിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിൽ
ഇന്ന് കേരളത്തിൻ്റെ തലമുറ എന്താവശ്യപ്പെടുന്ന മുദ്രാവാക്യമാണോ അതൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ SSFൻ്റെ ലീഡർഷിപ്പിന് കഴിയുന്നു എന്നുള്ളതാണ് SSFനെ മറ്റ് സംഘടനകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇവിടെ സർഗാത്മകമായ കഴിവുകൾക്കുള്ള വേദിയാക്കി സാഹിത്യോത്സവങ്ങൾ മാറുമ്പോൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുവാനുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുവാനും അത് സമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കുവാനുമൊക്കെ SSFന് കഴിയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി SSF സംസ്ഥാന തലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുമാത്രം കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സാഹചര്യത്തിൽ ആവശ്യമാണ് എന്ന് ബോധ്യമാകും. ഇന്ന് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി യുവജനങ്ങൾ ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം SSF ശക്തമായി നടത്തി എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒന്നാണ്. അത് വെറും മുദ്രാവാക്യമായിട്ട് മാത്രമല്ല, അതിനപ്പുറത്ത് അത് താഴെ തട്ടിലേക്ക് എത്തിക്കുവാനും അതിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും SSFന് കഴിഞ്ഞു. അതുപോലെ ഓരോന്നായി ഞാൻ എടുത്തു പറയുന്നില്ല. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ SSF നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം നമ്മുടെ കാലഘട്ടത്തിന് കേരളത്തിന് അനിവാര്യമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ SSFന് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഭാരതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജില്ലയുടെ വളക്കൂറുള്ള മണ്ണാണ് മലയാള ഭാഷയെ പുഷ്കലമാക്കിയിട്ടുള്ളത്. ഇവിടെ SSFൻ്റെ സുഹൃത്തുക്കൾ ഒരു സാഹിത്യോത്സവം നടത്തുന്ന സമയത്ത് ഇന്നത്തെ അവസ്ഥയിൽ അതിൻ്റെ പ്രസക്തി വളരെ അധികമാണ്. സാഹിത്യം, ഭാഷ ഒക്കെ ഭൂലോകത്ത് തന്നെ ക്ഷീണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. 1001 രാവുകളിൽ ഷെഹർസാദയുടെ കഥ സാഹിത്യത്തിൻ്റെ ശക്തിയെ, എന്താണ് സാഹിത്യം, എന്താണ് സാഹിത്യത്തിൻ്റെ പ്രയോജനം എന്ന് വിളംബരം ചെയ്യുന്നതാണ്. നമുക്കെല്ലാം അറിയുന്നതാണ് ഷെഹർസാദയുടെ കഥ. 1001 രാവുകളിലെ ഒരു സുൽത്താൻ, വളരെ നിഷ്ഠൂരനായിട്ടുള്ളൊരു സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് സംശയം തോന്നിയോടുകൂടി പത്നീനെ സുൽത്താൻ കൊന്നുകളയാണ്. അനിയൻ പറയാണ് സ്ത്രീവിദ്വേഷിയായിട്ടുള്ള, ഏത് പെണ്ണെ കല്യാണം കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, പെണ്ണുങ്ങളാണെങ്കിൽ പറ്റിക്കുന്നു. സുൽത്താൻ വാശി മൂട്ടിട്ട് സുൽത്താൻ പറയാണ്, ഞാൻ ദിവസവും പുതിയ കന്യകമാരെ വിവാഹം കഴിക്കും, നേരം വിളിച്ചായാലല്ലേ അവൾക്ക് എന്നെ വഞ്ചിക്കാൻ അവസരം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ഞാൻ കൊന്നുകളയും. അങ്ങനെ നാട്ടിൽ ഓരോ കന്യകമാരെയും വിവാഹം കഴിക്കുന്നു. അവരെല്ലാം സുൽത്താനോട് ഹൃദയം പൊട്ടിപ്പറയുന്നു, സുൽത്താനെ ഞാൻ അങ്ങയെ വഞ്ചിക്കില്ല, ഞാൻ വിശ്വസ്തയായിട്ടുള്ള സഹധർമ്മിണിയായിട്ട് നിന്നുകൊള്ളാം. സുൽത്താൻ്റെ മനസ്സിളകുന്നില്ല, പിറ്റേന്ന് ദിവസത്തേക്ക് കൊന്നുകളയുന്നു. അങ്ങനെയാണ് ഷെഹർസാദയെ വിവാഹം കഴിക്കുന്നത്. ഷെഹർസാദ പറയുന്നത് എന്നെ കൊല്ലരുതെന്നും പറയും. ഷെഹർസാദ പറയും ഞാനൊരു കഥ പറയാമെന്നാണ് ഷെഹർസാദ പറയുന്നത്. അങ്ങനെ ഷെഹർസാദ കഥ പറയുന്നു. അപ്പോഴേക്ക് സുൽത്താൻ കഥയിൽ രസിച്ചിരിക്കുകയാണ്. നേരം വിളിച്ചാവുകാറായി. സുൽത്താനിക്ക് അയ്യോ പെണ്ണിനെ കൊല്ലേണ്ട നേരമായല്ലോ, അയ്യോ കൊന്നു കഴിഞ്ഞാൽ കഥ മുഴുവൻ കേൾക്കാൻ പറ്റില്ലോ, എന്നാൽ ഒരു ദിവസം ആയസങ്ങ് നീട്ടിക്കൊടുക്കാം. നമ്മളെ സീരിയലൊക്കെ നിൽക്കുന്ന മാതിരി ആകാംക്ഷ ഇങ്ങനെ ക്ലൈമാക്സിൽ സസ്പെൻസ് നിൽക്കുമ്പോഴാണ് നേരം വിളിച്ചാവുന്നത്. എന്നാൽ ഒരു ദിവസം ആയസ് നീട്ടിക്കൊടുക്കാം. ഒരു ദിവസം ഷെഹർസാദയ്ക്ക് ആയസ് നീട്ടിക്കൊടുക്കുന്നു. പിറ്റേന്ന് ദിവസം നേരം വിളിച്ചാവുമ്പോൾ കഥ മറ്റൊരു ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസമായി ഷെഹർസാദയ്ക്ക് സുൽത്താൻ ആയസ് നീട്ടിക്കൊടുത്ത് ഒടുക്കം സുൽത്താന് മനസ്സിലാവുന്നു. കഠിനഹൃദനായിട്ടുള്ള സുൽത്താനും കാര്യം തിരിച്ചറിഞ്ഞ് ഷെഹർസാദയെ രാജ്ഞിയായിട്ട് വാഴിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഷെഹർസാദ എന്താ സുൽത്താനോട് പറഞ്ഞത്? ഷെഹർസാദ മറ്റ് പെണ്ണുങ്ങൾ പറഞ്ഞ മാതിരി, മരിച്ചുപോയ പെണ്ണുങ്ങൾ പറഞ്ഞ മാതിരി എന്നെ കൊല്ലരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഷെഹർസാദ അത് കഥയിൽ കൂടെ പറഞ്ഞപ്പോൾ, സാഹിത്യത്തിൽ കൂടെ പറഞ്ഞപ്പോൾ കരിങ്കല്ല് പോലെ ഹൃദയമുള്ള സുൽത്താനും അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം അതുമാണ് ഭാഷയുടെ ഏറ്റവും ഫലപ്രദമായ കാര്യക്ഷമമായ രൂപമാണ് സാഹിത്യം. അതാണ് കഥ എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. ഹിജ്റയിൽ നിന്നും ഇശൽ ഏകിയ വിരിന്തിട്ടണ്ടിനെ
ഫിരിന്തിട്ടം ദിനമിലെ ബിനാഫലൈ താരത്താലെ ഫേടക്കു ഫിർ ചെയ്വ നൂറ് ചെയ്തായേ വിവരം വിടുത്തിട അഹ്മദി ഫിരുത്തേമെ തരുത്തിൽ തരു അവർക്കൊരു ജഡം നെടുകാട് ജഡത്തിൽ ഊരെ കറനവധി കുറിശാതി ജനത്തിൽ പാടേ തരിത്തികെ ഉള്ളം മോഹിത്താൽ ഉള്ളം മോഹിത്താൽ കിരന്തന്ത് സാബക്കാരിൽ ശുജഅത്ത് മശഹൂറാം കരുത്തനാം ബുറൈദത്ത് ബിനുൽ ഗുലൈബുൽ അസ്ലമി ബരുവദയവനുകം ശരിയദയബയന തുരകമിതണവർ എഴുവതും വിനെ കരമിലെ പീഡിതവർ അണുവടുകട്ടുകനെ ആര താരുളരിൽ ഊരയ്യാരം നേ ഊരയ്യാരം നേ ആരൻ ദൂരത്തേതില്ലാനെ താനൂറ് സൂലുണ്ടും ആറ്റൽ മുഹമ്മദ് ബിനു അബിദില്ല ആരൻ ദൂരത്തേതിൽ ആനെ താനൂറ് സൂലുണ്ടും ആറ്റൽ മുഹമ്മദ് ബിനു അബിദില്ല എണ്ടി ഊരൈ താരുൾ തിരുഫമി അലിവതി തുടരും ആദി സുവ ജനതരി തിരികവെ തുടരും ആരിശേരി വിശ്വാസം പുകിന്തതയവരും സാദാ നബി കൂടെ മദീനത്തിൽ പോയി മദീനത്തിൽ പോയി ബുറദത്തിൽ ദാവരൂരി പുകളി പെട്ടാനെ ബിയാരിൽ പുന്നാര കോടി കൂടാതെ മേഘലിംഗേ ബുറദത്തിൽ ദാവരൂരി പുകളി പെട്ടാനെ ബിയാരിൽ പുന്നാര കോടി കൂടാതെ മേഘലിംഗേ അതിര പൂരിയാക മിലെ ഫൂകി ഇടുകാരി ദൂരെ ബീരികവരുടെ അശിഫെടി നികരെ പെരുകിനെ നൂമരമിൽ പണിന്തതൈ മുതിരേ ബാണി പിടിത്തവർ നബി മുന്നിണ്ടാ നബി മുന്നിണ്ടാ നിണ്ടാനെ സ്വഹബോരും നബി കൂടെ ഫാരിശോടെ നടം തന്ന് മദീനത്തിൽ രാതിരിക്കയാരേ അപ്പോൾ പരുകവ നാലുവള്ള ഫതിമതിനോരും പുരിത്തിഹമകമില സ്വഹബുകൾ അവരും അരുണരിൽ തെളിവുകൾ ചുട നിരബതിരും തോസീം നബിയോരെ എതിരേൽക്കുവാൻ എതിരേൽക്കുവാൻ ഫണ്ടൻ തൻ പൂകളി ദൂരെ പോലി വീണാൽ സ്വഹബാക്കൾ പുന്നാരി തൂളം നേശി തേതിരേറ്റതായി ഫണ്ടൻ തൻ പൂകളി ദൂരെ പോലി വീണാൽ സ്വഹബാക്കൾ പുന്നാരി തൂളം നേശി തേതിരേറ്റതായി കററ ആദിൽ പൂറം സ്വഹബികൾ അതിമതമാലെ മാദീനോടു ഉടു ചൂഷം ഫടിനിതമാലെ മാധു മാധു തന്നിലുള്ള കൊതിയത് പോലെ ചേർന്നാർ കുബ്ബായെന്ന തലത്തിലെല്ലാം കെണ്ടേർ ഈ ശിംദം ദേബാനു അംബ്ര കബിലോരെ കുടിയിലെ ബസിത്തതായി റബീഉൽ അവ്വൽ കെണ്ടേർ ഈ ശിംദം ദേബാനു അംബ്ര കബിലോരെ കുടിയിലെ ബസിത്തതായി റബീഉൽ അവ്വൽ അശ്റ ദുയം ഷീക്കി ദീനം നാടു ബറുഗവെ ഹാദി ഊരയവെ മൂനം റാബി ഉല്ലവലാദി കാതിർഫാഗി ദീനം നബി ഖറജത ജ്യോതി ബാരാഗ ദീനം ശുക്ര ഇരവിൽ ത്വയ്ബാ പുണ്ടേ പിൻ നബിയുള്ള തന്നെ സ്വസ്ഥരാവരിക്കം ദീ പൊലിവായിട്ടൊരു റസി മാലൈക്ക പെട്ടിയുടനെ ഭാര്യവർ പതിനിക മകമിലെ കൊഞ്ചും പുരുഷരും ഇസ്ലാമിൻ പുകിവല തഞ്ചും തിരുമലർ നബി മകൾ സുഹ്റാബി കൊഞ്ചും പുന്നാര നുഅ്മാനർ മകളും കൂടാ ഫിരിന്തിട്ടം ദീനമിലെ ബിന
ഫലൈത്താരത്താലേ പേടെ കുഫിർ ചെയ്വ നൂറ് ചെയ്തായേ വിവരം വിടുത്തിയുടെ അഹ്മദി ഫിരുത്തമെ താരുത്തിൽ തരുവവർക്കൊരു ജഡം നെടുകാട് ജഡത്തിൽ ഉരകാരർ അനവധി കുറിശാതി ജനത്തിൽ പാടയെ തരിത്ത് കേട്ടുള്ളം മോഹിത്താൽ ഉള്ളം മോഹിത്താൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. तौबा लिमन बितौबा या मन तिब्त बितौबत तौबत बात बीबी तिबना बितौहा हबीबी तिबना बितौहा या मन तौलता बदरा قد كنت أطيب طيبي قد كنت أطيب طيبي طيبة يا من تبت بطيبة طيبة بعد طبيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي لا رحمة رأفة لأطفنا قطعتك بدي مرشدنا عجائب العلمة بلعتنا فرحة قلوبي مرشدنا نحن في ذلك دائما سيد من ولدا نحن في ذلك دائما سيد من ولدا يا من لنا لأيلنا إملتنا ما لنا هنا وهناك إلا أن تقنا من الأنام طوبى لمن بطيبة يا من تبت بطيبة طيبة بعد طبيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي أنت جئت بمكة كانت وطن الفتان وذا الجهلان صار وطن الفتن بدعوة سيد معدين الفضلاء أنت جئت بمكة كانت وطن الفتان وذا الجهلان صار وطن الفتن بدعوة سيد معدين الفضلاء فوجدت سيدي بتاج الأنبياء قتلت الأعداء دين الهداية ظهرت في العالم غير البرية كلمة الرحمن هي العليا أنت أتيت لنا كنت جئت برحمتنا أنت أتيت لنا كنت جئت برحمتنا يا من لنا لأعيننا إملتنا ما لنا هنا وهناك إلا أن تقنا من الأنام إلا أن تقنا من الأنام طوبى لمن بطيبة يا من تبت بطيبة طيبة بعد طبيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي طوبى لمن بطيبة يا من تبت بطيبة طيبة بعد طبيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي. السلام عليكم ورحمة الله وبركاته.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാപ്പിള കവി OM കരുവാരക്കുണ്ടിൻ്റെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ കെസ് വാൽമുറുക്ക്. ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം ഹോഷിതാനം രംഗിലുതിപ്പും മീനുപ്പും ചങ്കിതുടിപ്പും മീടിപ്പും രംഗിലുതിപ്പും മീനുപ്പും ചങ്കിതുടിപ്പും മീടിപ്പും എങ്കും പുളപ്പും തിമിർപ്പും ചൊട്സാരം സുഖസുര തരമാം മിക പുരിഹരമാം സുഖസുര തരമാം മിക പുരിഹരമാം ഷജർ ഹജർ സലാമാ ശരഫുടെ മഖാമാ സുഗതാനം ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം സമന്ദിരമെങ്കും പൊങ്കിടും ഹക്കൻ പുകളെ ബല്ലികൾ ചൊല്ലിടും നല്ല സംഗീതമാക്കും പൊരുളെ ഹാലിദത്താകും മങ്കായത്തെ മുഞ്ചത്തരമേ ഹാലക്കിൻ പോരുന്ന വൈത്ത് അത്തരമുന്തും വിധമേ കൊതിമോതി മുടങ്ങും കതിരൊളി തുളങ്ങും ചിത്തിരമുത്തര മത്തിരുമേട ചങ്കുളി വങ്കുളി ലിംഗിത കൂടാൻ മതി മതി വിധീനു മതി കൗതവദനതു കാമാ ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം മങ്കിടറങ്ങി വിളങ്ങും പൊങ്കിയൊളുങ്കും വടിവേ മന്ദിര തട്ടുകൾ എട്ടുമേ കുട്ടികൾ പാട്ടും പൊല്ലിവേ ആബിദത്താകുമേറ്റം മൂറ്റമിലെത്തും സ്വരമേ ആദരത്തേകുമതട്ടിൽ മുന്തടു തട്ടും പുറമേ തുതിമൊളി മുഷങ്കും കതിരൊളി തുളങ്കും ചിത്തരമത്തരമത്തിരമേട ചങ്കുളിലെങ്കുന്ന കൊന്തലം കൂടാ മതി മതി വിധീനു മതി പുനവദനതു കാമാ ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം പൊങ്കവർ ഭംഗിയിലൊക്കും അർപ്പതലാകും സുവിധ പൊൽദാനം അമ്പിയ മുമ്പർ ഒത്തരമിക്കും സുഗ്രത സംഗമ വേദ സമർക്കം മാറുകൾ അസ്ലാം ലബേന സാരസത്യൻ കനി മുന്നിൽ എത്തിടുമോർത്താൽ നിജമാ കുതുകുല കവിത ധുനിരക സഹിത മുത്തകിയെത്തുന്ന ശാശ്വത വീട് മുന്നമലങ്കൃത ചൊങ്കുളിതാറെ മതി മതി വിധീനു മതകുതവദനതു കാമാ ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം രംഗിലുതിപ്പും മീനുപ്പും ചങ്കിതുടിപ്പും മീടിപ്പും രംഗിലുതിപ്പും മീനുപ്പും ചങ്കിതുടിപ്പും മീടിപ്പും എങ്കും പുളപ്പും തിമിർപ്പും ചൊട്സാരം സുഖസുര തരമാം മിക പുരിഹരമാം സുഖസുര തരമാം മിക പുരിഹരമാം ഷജർ ഹജർ സലാമാ ശരഫുടെ മഖാമാ സുഗതാനം ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും ഫാലിലെ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം സ്വല്ലിയാത്ത സ്വല്ലി ജല്ലിയാത്ത ജല്ലി സ്വല്ലിയാത്ത സ്വല്ലി ജല്ലിയാത്ത ജല്ലി أحسن خلق هذا أطيب طرق بدا أحسن خلق هذا أطيب طرق بدا أزكى أصفى أزكى أصفى أطهر سلفي مكمل خلق هدى
സ്വല്ലിയാത്ത സ്വല്ലി ജല്ലിയാത്ത ജല്ലി സ്വല്ലിയാത്ത സ്വല്ലി ജല്ലിയാത്ത ജല്ലി أهل للدرج شعل في السرج سهل في الفرج يا أهل للدرج شعل في السرج سهل في الفرج يا بحر للحكم بدر في الظلم دخر للأمور يا ركن للعدل سكن للعقل متن للنزل يا ركن للعدل سكن للعقل متن للنزل يا أزكى أصفا أزكى صفا أطهر سلفي مكمل خلق هدى صليات صلي جليات جلي صليات صلي جليات جلي نهج للفرح بهج للبرع برج للترجيا نهج للفرح بهج للبرع برج للترجيا وهو كالبدر دمع في الصدر شهر بالصبر يا نهر للبصل سيل للغسل خير للغسل يا نهر للبصل سيل للغسل خير للغسل يا أزكى أصفا أزكى صفا أطهر سلفي مكمل خلق هدى صليات صلي جليات جلي صليات صلي جليات جلي نور في السبل نار في السرج دار بالسلميا نور في السبل نار في السرج دار بالسلميا روح في القدم لوح للقلم روح للنعم يا زهر للزهد هجر للمدد فخر بالعبد يا زهر للزهد هجر للمدد فخر بالعبد يا أزكى أصفا أزكى أصفا أطهر سلفي مكمل خلق هدى صليات صلي جليات جلي صليات صلي جليات جلي أحسن خلق هذا أطيب طرق بدا أحسن خلق هذا أطيب طرق بدا أزكى أصفا أزكى صفا أطهر سلفي مكمل خلق هدى صليات صلي جليات جلي صليات صلي جليات جلي അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSFിൻ്റെയും SBS-ൻ്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സാഹിത്യോത്സവവേളയിൽ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ പൂതിയില്ലേ? എന്നെങ്കിൽ ഞാൻ കഥ തുടങ്ങട്ടെ കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു ഷേഖിൻ്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു ഷേഖ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ഷേഖ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സ്വന്തം ഉമ്മയോട് സമ്മതം ചോദിച്ചു. ഉമ്മ സമ്മതം നൽകിയില്ല. വീണ്ടും വീണ്ടും പല വട്ടം ചോദിച്ചു. അപ്പോഴൊന്നും ഉമ്മ സമ്മതം നൽകിയില്ല. ഒരു നല്ല കാര്യത്തിനാണല്ലോ എൻ്റെ ഉമ്മ എനിക്ക് സമ്മതം നൽകാത്തത്. അങ്ങനെ ചിന്തിച്ച ഷേഖ് യാത്ര തുടങ്ങാൻ തീരുമാനിക്കുകയും ഹജ്ജിന് യാത്ര തുടരുകയും ചെയ്തു. വേദനമുറ്റിയ മനസ്സുമായി പാവം ഉമ്മ അള്ളാഹുവിലേക്ക് മലർക്കൈ തുറന്നു. എൻ്റെ രക്ഷിതാവേ, എൻ്റെ മകൻ വേർപാടിൻ്റെ അഗ്നിയിൽ എന്നെ ചുട്ട് കരിയിച്ച് കളഞ്ഞു. നീ അവനെ ശിക്ഷിക്കണമേ
ഇതൊന്നും അറിയാതെ ഷെയ്ഖ് യാത്ര തുടരുന്നു. സമയം ഇരുട്ടാൻ തുടങ്ങി. ഷെയ്ഖ് ഒരു പള്ളിയുടെ അടുത്തെത്തി. ഒരു പള്ളി ഇബാദത്തിനും താമസിക്കാനും പറ്റുമെന്ന് ചിന്തിച്ച് ഈ ഷെയ്ഖ് പള്ളിയിൽ കയറി ഇബാദത്തിൽ മുഴുകി. സമയം ഇരുട്ടാൻ തുടങ്ങി. അർദ്ധരാത്രിയായി. കുരിട്ട്. അന്ന് ആ നാട്ടിലെ ഒരു വീട്ടിൽ കള്ളൻ കയറി. കള്ളനെ പിടികൂടാൻ നാട്ടുകാരെല്ലാവരും പിന്നാലെ ഓടി. പക്ഷെ കള്ളൻ അവസാനം പള്ളിയുടെ ഭാഗത്തേക്കാണ് ഓടിയത്. ഇതൊന്നും അറിയാതെ ഇബാദത്തിൽ മുഴുകി നിൽക്കുന്ന ഷെയ്ഖിനെ കണ്ട നാട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇവിടെ ഒന്ന് നാം മനസ്സിലാക്കണം. കട്ടവനെ കിട്ടിയിട്ടില്ലേ കിട്ടിയവനെ കള്ളനാക്കുക എന്ന നമ്മുടെ കേരള പോലീസിനെ അപമാനിച്ചുകൊണ്ട് ജഡ്ജിമാരൊക്കെ പറയല്ലേ, അതന്നെ ഇവരും നടത്തിയത്. എന്താ ഓല് കൈ ചൂണ്ടി ഷെയ്ഖിനെ പറഞ്ഞറിയോ, ഇതാ കള്ളൻ നമ്മളെ പറ്റിച്ച് ഇബാദത്തിൽ മുഴുകി നിൽക്കുന്നു. പാവം എന്ത് ചെയ്യാനാ? കുറേ അലറി, ഞാൻ കള്ളനല്ലേ, ഇന്നെ വെറുതെ കുറേ പ്രാവശ്യം അലറി. എന്താ കാര്യം ഉണ്ടായി? എല്ലാരും കൂടി ഷെയ്ഖിനെ വളഞ്ഞു പിടികൂടി. പാവം ഒന്നും മിണ്ടാതായി. ഗജകൊമ്പനായ രാജാവ് ക്രൂരനും അക്രമിയായ രാജാവിന്റെ അടുക്കലെത്തിച്ചു. കേട്ട ഉടൻ തന്നെ ആ രാജാവ് വിധി പുറപ്പെടുവിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ചൂന്നെടുത്ത് കൈകാലുകൾ രണ്ടും മുറിച്ചു മാറ്റി അങ്ങാടികളിലൂടെ പരസ്യമായി കൊണ്ടു നടക്കുക. പാവം ഒരു തെറ്റും ചെയ്യാതെ എത്ര വേദനകളാണ് ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ കേൾക്കേണ്ട താമസം. പ്രജകൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി 2 കൈകാലുകളും വെട്ടിമാറ്റി കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുത്തു. അന്ധനായി പാവം വഴി അറിയും കൂടില്ല. ചിലർക്കൊരു കാര്യം പിടികിട്ടി, ഇതൊരു കള്ളനല്ല, ഷെയ്ഖാണ്. അവരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ വീട്ടിലെത്തു. കഥയറിയാതെ പാവം ഉമ്മ അള്ളാഹുവിലേക്ക് മലർക്കൈ തുറന്നിരിക്കുകയാണ്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ മകനെ നീ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് കാണിച്ചു തരണമേ. വീട്ടിലെത്തിയ ഷെയ്ഖ് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കഥ വിവരിച്ചു കൊടുത്തു. കഥ കേട്ട ഉടൻ തന്നെ ആ പാവം മാതാവ് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. എന്താന്ന് കൂട്ടുകാർക്ക് കേൾക്കണോ? അവിടുന്ന് ദുആ ചെയ്തത്, എൻ്റെ രക്ഷിതാവേ, ഇനി 2 കറുത്ത മുഖങ്ങളെ നീ ഭൂമിയിൽ അവശേഷിപ്പിക്കല്ലേ. അവശേഷിപ്പിച്ചാൽ ഞങ്ങളിനി ഒന്നിനും കൊള്ളാത്തവരല്ലേ. ആ ദുആ കഴിഞ്ഞ ഉടൻ തന്നെ ആ ഉമ്മയും മകനും ഈ ലോകത്തോട് വിട പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, മാതാവിൻ്റെ വാക്കു ധിക്കരിച്ചവർക്കുള്ള ശിക്ഷ നല്ലവരായി ജീവിക്കാൻ റബ്ബ് തുടക്കട്ടെ. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. शुभ शुभ सुम में सार में तार में औदार में संपूर्ण में समृद्धार में ഇരുലോകനാഥ में ചന്ദമിൽ ചന്ദിരവന്ദമേ സ്വർഗരാജാവേ ബഷർമിക രാജ അസർ സിറാജ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ ശുഭ ശുഭ സുമമേ സാരമേ താരമേ ഔദാര്യമേ സമ്പൂർണമേ സമൃദ്ധാരമേ ഇരുലോകനാഥമേ ചന്ദമിൽ ചന്ദിരവന്ദമേ സ്വർഗരാജാവേ ബഷർമിക രാജ അസർ സിറാജ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ എൻ മനോ വാടിയിൽ വിരിയും സ്നേഹരാഗമേ എൻ്റെ നോവിനെ കുളിരിതമാക്കും സ്നേഹരാഗമേ എൻ മനോ വാടിയിൽ വിരിയും സ്നേഹരാഗമേ
എൻ്റെ നോവിനെ കുളിരിതമാക്കും സ്നേഹനാദമേ എന്നിലെ കനവിൽ എന്നുമേ ത്വയ്ബ എന്നുടെ നിലവിൽ എന്നും ഹബീബ എന്നിലെ കനവിൽ എന്നുമേ ത്വയ്ബ എന്നുടെ നിലവിൽ എന്നും ഹബീബ ത്വയ്ബയൻ ജീവാ ത്വയ്ബയൻ ജീവാ ശുഭ ശുഭ സുമമേ സാരമേ താരമേ ഔദാര്യമേ സമ്പൂർണമേ സമൃദ്ധാരമേ ഇരുലോകനാഥമേ ചന്തമിൽ ചന്ദിരവന്ദമേ സ്വർഗരാജാവേ ബഷർമിക രാജ അസർ സിറാജ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ എൻ്റെ കൽബിൻ ദാഹമതെന്നും സ്നേഹചാരത്ത് എൻ്റെ ജീവ ലക്ഷ്യമണയാൻ വരണമവിടത്തിൽ എൻ്റെ കൽബിൻ ദാഹമതെന്നും സ്നേഹചാരത്ത് എൻ്റെ ജീവ ലക്ഷ്യമണയാൻ വരണമവിടത്തിൽ എന്നിലെ കനവിൽ എന്നും ത്വയ്ബ എന്നുടെ നിലവിൽ എന്നും ഹബീബ എന്നിലെ കനവിൽ എന്നും ത്വയ്ബ എന്നുടെ നിലവിൽ എന്നും ഹബീബ ത്വയ്ബയൻ ജീവാ ത്വയ്ബയൻ ജീവാ ശുഭ ശുഭ സുമമേ സാരമേ താരമേ ഔദാര്യമേ സമ്പൂർണമേ സമൃദ്ധാരമേ ഇരുലോകനാഥമേ ചന്തമിൽ ചന്ദിരവന്ദമേ സ്വർഗരാജാവേ ബഷർമിക രാജ അസർ സിറാജ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ ശുഭ ശുഭ സുമമേ സാരമേ താരമേ ഔദാര്യമേ സമ്പൂർണമേ സമൃദ്ധാരമേ ഇരുലോകനാഥമേ ചന്തമിൽ ചന്ദിരവന്ദമേ സ്വർഗരാജാവേ ബഷർമിക രാജ അസർ സിറാജ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ സ്നേഹ പൂങ്കാവേ സഹനത്തേൻ കാവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖൈറാം തീരൂറുള്ള ദാഹം കണ്ടില്ല, കൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല. ഖൈറാം തീരൂറുള്ള ദാഹം കണ്ടില്ല, കൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല.
يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا قد بهجت العالم بضوء جلي قد جودت الناس بخلق ملي قد سوبت الناس إلى الهداية قد سوبت الناس إلى الهداية يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا شفيع الورى قد قاديت قوما إلى القرامة قد نامت نورا بالديانة قد سددت سبلا بالتكافى قد سددت سبلا بالتكافى يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا أنزل الله عليك القرآن بذا فاك كل به أنبياء غلا بانككم في اللونات زينا جلا بانككم في اللونات زينا جلا يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا نبي يا رسول يا شفيع الورى يا نبي يا رسول يا شفيع الورى يا شفيع الورى يا شفيع الورى يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا يا حبيبي إليك تشوقنا يا فؤادي إليك تشغفنا. السلام عليكم. السلام عليكم ورحمة الله وبركاته. الله الله
أغلى الليالي